मैं तेरी तबलीग को दुनिया के किनारों तक पहुंचाऊंगा. മാടായി. ഏതൊരു ദേശവും ചരിത്രത്തിൽ അടയാളപ്പെടുന്നത് വ്യത്യസ്തമായ സൂചകങ്ങളിലൂടെയാണ്. സാമൂഹിക, രാഷ്ട്രീയ, ആധ്യാത്മിക ഫലകങ്ങളിൽ മാത്രമായി അവ ഒരിക്കലും ഒതുങ്ങിക്കൂടുന്നില്ല. മറിച്ച് സർവ്വനന്മതിന്മകളും ഈ ചരിത്ര നിർമ്മിതിക്ക് കൂട്ടുനിൽക്കുന്നു. മാടായി എന്ന ദേശം ഉത്തരകേരളത്തിൻ്റെ ചരിത്ര ചാരുതയിൽ ചാലിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം നിരവധി വർണ്ണങ്ങളുടെ പൊലിമയിൽ തന്നെയാണ്. ഏഴിമലയുടെ താഴ്വരയിൽ തലചായ്ച്ച് മുൻകഴിഞ്ഞ രാജവംശങ്ങൾ നടത്തിയ തേരോട്ടങ്ങളുടെ ഓർമ്മകൾ ഈ ദേശം അയവിറക്കിക്കൊണ്ടേയിരിക്കുന്നു. ആ ഓർമ്മകളുടെ വസന്തകാലത്തിന് കൂട്ടിരിക്കുന്ന മാടായി പാറ, അറബിക്കടൽ, കണ്ണൂരിൻ്റെ സൂയസ് കനാൽ എന്നറിയപ്പെടുന്ന സുൽത്താൻ തോട്, മൂഷകവംശത്തിലെ വല്ലഭൻ രണ്ടാമൻ കില്ലാ നദിയിൽ പ്രതിബിംബിക്കുന്ന മാരാഹി അഥവാ മാടായി നഗരം സ്ഥാപിച്ചുവെന്ന് ചരിത്രം. കില്ലാ നദി ഇന്നും പഴയങ്ങാടിപ്പുഴ എന്ന പേരിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ദേശം മിത്തുകളുടെ ഉടയാടകളേക്കാൾ പ്രാമാണിക രേഖകളടങ്ങുന്ന വസ്തുതകളെ കൊണ്ട് സമൃദ്ധമാണെന്ന് ഇബ്നു ബത്തൂത്തയും ഫാഹിയാനും വില്യം ലോഗനും മാർക്കോപോളയുമൊക്കെ കോറിയിട്ടിട്ടുണ്ട്. പുരാവസ്തു ഗവേഷണ വകുപ്പും നവചരിത്രകാരന്മാരും ഈ ചരിത്ര നിറവിനെ ശരിവെച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. വേട്ടയാടപ്പെട്ട ജൂതർ അഭയം തേടി ഈ ഭൂമിയുടെ പല ദിക്കുകളിലേക്കും ചിതറിത്തെറിക്കപ്പെട്ടപ്പോൾ മാടായിയും അവരെ സമാശ്വസിപ്പിച്ചു. ഇവിടുത്തെ ജൂതക്കുളം അതിൻ്റെ ശക്തമായ തെളിവുകളിലൊന്നാണ്. വിഹാരങ്ങൾ നിർമ്മിച്ച് ബുദ്ധസന്യാസിമാരെയും പ്രതിഷ്ഠകളെ ആരാധിക്കാൻ കാവുകളുണ്ടാക്കി ആര്യന്മാരെയും ജ്ഞാനസ്നാനപ്പെടാൻ അൾത്താരകൾ തീർത്ത് ക്രിസ്തീയരെയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ദേശം വാരിപ്പുണർന്നു കഴിഞ്ഞിരുന്നു. അളന്നാൽ തീരാത്തത്രയും ആഴത്തിലുള്ള ഇവിടുത്തെ സംസ്കൃതിയുടെ പത്തായപ്പുരയിൽ ഏകദൈവ സിദ്ധാന്തത്തിൻ്റെ മൃദുമന്ത്രണമുയർത്തി പ്രവേശിച്ച ഇസ്ലാമിക അധ്യാപനങ്ങളെയും മറ്റതിഥികളെയെന്ന പോൽ ഹർഷാരവങ്ങളോടെ ഈ ദേശം സ്വീകരിച്ചാനയിച്ചു. കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും സാഹോദര്യത്തിൻ്റെയും സംഗീതവുമായി 1400 വർഷങ്ങൾക്ക് മുൻപ് മരുഭൂവിലുയർന്ന ഇസ്ലാം ഒട്ടും കാലതാമസം കൂടാതെ അതിൻ്റെ ആദിപ്രഭാവത്തോടുകൂടി തന്നെ മാടായിയിലും എത്തിയെന്നത് ഈ പ്രദേശത്തിൻ്റെ പെരുമ വർദ്ധിപ്പിക്കുന്നു. പുണ്യജീവിതത്തിൻ്റെ ഹൃദയസ്പന്ദനവുമായി മാലിക് ദിനാറിൻ്റെ അനുചര സംഘം മാലിക് ഇബ്നു ഹബീബിൻ്റെ നേതൃത്വത്തിൽ ഈ മണ്ണ് സ്പർശിച്ചപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളികളിലൊന്ന് എന്ന ചരിത്ര പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു മാടായി പള്ളി. ഹിജ്റ വർഷം 518 അഥവാ AD 1124 ഇസ്ലാമിൻ്റെ മൂർത്തമായ കൂട്ടായ്മയ്ക്കുതകുന്ന തരത്തിൽ ഒരു ഒത്തുചേരൽ കേന്ദ്രം നിർമ്മിച്ചെടുത്തുവെന്നും മാടായി പള്ളി എന്ന പേരിൽ അതറിയപ്പെട്ടുവെന്നും മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ വില്യം ലോഗൻ കുറിച്ചു വച്ചിട്ടുണ്ട്. പ്രസ്തുത സാക്ഷ്യപ്പെടുത്തലിനെ പ്രബലപ്പെടുത്തുന്ന നിരവധി രേഖകൾ ഇന്ന് ലഭ്യമാണ്. മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി എന്ന തോറ്റമ്പാട്ടിൻ്റെ ഈരടികളിലും ഈ പള്ളിയുടെ പഴമയും പ്രതാപവും പ്രതിഫലിപ്പിക്കുന്നു. പിൽക്കാലത്ത് അറേബ്യയിൽ നിന്ന് തൻ്റെ ശിഷ്യരിൽ ഒരാളോടൊപ്പം പഴയങ്ങാടിയിലെത്തിയ ഹസ്രത്ത്
പൈഗാമ്പറിലൂടെയും പഴയങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും ഇസ്ലാം ശക്തി പ്രാപിച്ചു. പ്രവാചക സന്ദേശം പ്രസരണം ചെയ്യുന്നതിനിടയിൽ ആ മഹാത്യാഗി മാടായി പള്ളിയെ അതിമനോഹരമായി പുനർനിർമ്മാണത്തിന് വിധേയമാക്കുകയും ചെയ്തു. ഈ മണ്ണിൽ വെച്ച് തന്നെ മരണമടഞ്ഞ അദ്ദേഹത്തിൻ്റെ മഖബറ മാടായി പള്ളിയുടെ പിൻവശത്ത് ഇപ്പോഴും ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നു. പിന്നെയും ബാങ്കുവിളികളുടെ അലയൊലികൾ ഉയർത്തി നിരവധി പള്ളികളും വ്യാഖ്യാന വൈരുദ്ധ്യങ്ങളുടെ ആടിയുലച്ചിലുകൾ സൃഷ്ടിച്ച് ഒട്ടനവധി ഭിന്ന വിഭാഗങ്ങളും മറ്റു ദിക്കുകളിലെന്ന പോലെ മാടായിയിലും രംഗപ്രവേശം ചെയ്തു. സത്യവിശ്വാസം ബലക്ഷയപ്പെടുകയും അതിന് കാർത്തിക നക്ഷത്രത്തിൻ്റെ വിദൂരത സംഭവിക്കുകയും ചെയ്തപ്പോൾ ധർമ്മസംസ്ഥാപനത്തിന് അനിവാര്യമാകുന്ന കൽക്കി അവതാരവും യേശുവിൻ്റെ രണ്ടാം വരവും ഇമാം മഹ്ദിയുടെ ആഗമനവും ലോകം മഴ തേടുന്ന വേഴാമ്പലിനെപ്പോലെ കാത്തിരിക്കുകയും ചെയ്തപ്പോൾ ഭാരതമെന്ന പുണ്യഭൂമിയുടെ വടക്കേയറ്റത്ത് പ്രഭാവിതനായ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി എന്ന വാഗ്ദത്ത ലോകോദ്ധാരകനിലൂടെ ആ ആത്മീയ പ്രഭാവം തിരിച്ചു പിടിക്കപ്പെട്ടു. മഹ്ദി മസീഹിൻ്റെ ഈ ആഗമന സന്ദേശവും അതിൻ്റെ കാലിക പ്രസക്തിയും കേരളക്കരയിലേക്ക് ആദ്യമെത്തുന്നത് ഇന്നാട്ടിലെ ഏക മുസ്ലിം രാജവംശമായ അറയ്ക്കൽ രാജകുടുംബത്തിൻ്റെ അധീനതയിലുള്ള കണ്ണൂരിലാണ്. അറയ്ക്കൽ രാജസ്വരൂപത്തിലെ മന്ത്രിയായിരുന്ന നടുവിലകത്ത് മുഹമ്മദ് കുട്ടിയുടെ മകൻ എടപ്പകത്ത് അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബ് എന്ന സുപ്രസിദ്ധ വ്യാപാരിക്കാണ് 1897 ആ മഹാഭാഗ്യം ലഭിച്ചത്. ദൈവിക സന്ദേശലബ്ധിയുടെ ലഹരി ഒട്ടും ചോരാതെ തന്നെ അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ളവർക്ക് പകർന്നു നൽകി. 1915 നവംബർ 23 കേരളത്തിലെ ആദ്യത്തെ അഹമ്മദീയ ജമാഅത്ത് കണ്ണൂരിൽ രൂപീകൃതമായി. ഏതൊരു പുതിയ സൈദ്ധാന്തികതയുടെയും ആദ്യ സ്വീകർത്താക്കൾക്ക് നേരിടേണ്ടി വന്ന കൊടിയ മർദ്ദനങ്ങളും കടുത്ത എതിർപ്പുകളും കരളുരുക്കുന്ന സ്വാതന്ത്ര്യ നിഷേധങ്ങളും ആദ്യകാല അഹമ്മദികളെയും തേടി വന്നു. അതിലൊന്നും പതറാതെ പഴയങ്ങാടി, കൂടാളി, കോഴിക്കോട് എന്നീ ആദ്യകാല സങ്കേതങ്ങളിലേക്ക് കൂടി ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ചു. ഏതൊരു നന്മയെയും സ്വീകരിക്കുന്നതിൽ അമാന്തം കാണിക്കാത്ത മാടായി എന്ന ചരിത്രഭൂമിയിലേക്ക് ഇസ്ലാമിക നവോത്ഥാനത്തിന് പുതുഭാഷ്യമൊരുക്കിയ അഹമ്മദീയ ജമാഅത്ത് അതിൻ്റെ ആരംഭദശയിൽ തന്നെ സാന്നിധ്യമറിയിച്ചു. കാരണം ഏതൊരു നന്മയുടെയും പൂക്കാലമെന്നോളം വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് അന്നും ഇന്നും എന്ന് ഈ ദേശത്തിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഴയങ്ങാടിയിൽ അഹമ്മദീയ ജമാഅത്തിൻ്റെ ബീജാവാപം ചെയ്തത് പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായിരുന്ന ഹസ്രത്ത് മൗലാന ഷെയ്ഖ് മുഹീദ്ദീൻ കുട്ടി സാഹിബായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിൽ നിന്നും ആദ്യമായി ഖാദിയാൻ സന്ദർശിച്ച ത്യാഗധനൻ. അദ്ദേഹത്താൽ നേരത്തെ പുനർനിർമ്മാണം ചെയ്യപ്പെട്ട കുളത്തിൻ്റെ കരയിലുള്ള പള്ളി അഥവാ കുളങ്കര പള്ളിയിലാണ് പഴയങ്ങാടിയിലെ ആദ്യകാല അഹമ്മദികൾ ജുമുഅ നമസ്കാരത്തിന് സമ്മേളിച്ചിരുന്നത്. പിന്നീട് 1919 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് രണ്ടാമൻ്റെ നിർദ്ദേശപ്രകാരം വാഗ്ദത്ത മസീഹിൻ്റെ ഒരു സുപ്രസിദ്ധ സഹാബി ഹസ്രത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജകിയും മറ്റൊരു മഹത് വ്യക്തിയായ ഹസ്രത്ത് ഷെയ്ഖ് മഹ്മൂദ് അഹമ്മദ് സാഹിബ് ഇർഫാനിയും പഴയങ്ങാടിയിൽ പര്യടനം നടത്തി. അവരുടെ സാന്നിധ്യത്തിലാണ് പഴയങ്ങാടിയിൽ അഹ്മദീയ ജമാഅത്ത് രൂപം കൊള്ളുന്നത്. തികഞ്ഞ ഭക്തനും പ്രമാണിയുമായിരുന്ന സീരവീട്ടിൽ കുഞ്ഞഹമ്മദ് സാഹിബ്
ആദ്യ അഞ്ചുമൻ്റെ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചു. അദ്ദേഹം സൗജന്യമായി ജമാഅത്തിന് നൽകിയ സ്ഥലത്താണ് പഴയങ്ങാടിയിലെ ആദ്യത്തെ അഹമ്മദിയ പള്ളി ഉയർന്നത്. അതും അദ്ദേഹത്തിൻ്റെ തന്നെ സാമ്പത്തിക സഹായത്താൽ. 1919 ജൂലൈ മാസത്തിൽ ഹസ്രത്ത് ഗുലാം റസൂൽ സാഹിബ് രാജകീയാണ് ആദ്യ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തിയത്. 1920 ഏപ്രിൽ 12 വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തോടെ പ്രസ്തുത പള്ളിയുടെ ഉദ്ഘാടനം വാഗ്ദത്ത മസീഹിൻ്റെ മറ്റൊരു സഹാബിയായിരുന്ന ഹസ്രത്ത് മൗലാന സയ്യിദ് അബ്ദുൽ റഹീം സാഹിബ് ബിഹാരി നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അഹമ്മദിയ മസ്ജിദ് എന്ന ബഹുമതിയും ഇതിനുണ്ട്. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് പഴയങ്ങാടിയിൽ ജമാഅത്തിനോടുണ്ടായിരുന്ന എതിർപ്പുകൾക്ക് രൂക്ഷത കുറവായിരുന്നു. ഈ ദേശമെന്നും കാത്തുസൂക്ഷിച്ച മതസൗഹാർദ്ദവും സഹിഷ്ണുതയും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അത്. എന്നാൽ പരിഹാസവും ശാരീരിക ആക്രമണവും തീരെയുണ്ടായിരുന്നില്ല എന്ന് അതിനർത്ഥമില്ല. അഹമ്മദിയ ജമാഅത്ത് ഈ ദേശത്തിൻ്റെ ചരിത്രമാകുന്നതിന് കാരണമാകുന്ന നിരവധി വ്യക്തിപ്രഭാവങ്ങളുണ്ട്. ഹസ്രത്ത് ഷെയ്ഖ് മൊഹീദ്ദീൻ കുട്ടി സാഹിബിൻ്റെ മകനും പാണ്ഡിത്യത്തിൻ്റെ മഹാസാഗരവും ഉജ്ജ്വല വാഗ്മിയും ഇസ്ലാമിക സാഹിത്യത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രവുമായ ഹസ്രത്ത് മൗലാന അബ്ദുല്ലാഹ് സാഹിബ് എച്ച് ആ സംഘത്തിലെ പൊൻതൂവലാണ്. ദക്ഷിണേന്ത്യയിലും സിലോണിലും അഹമ്മദീയത്തിൻ്റെ ദിവ്യവെളിച്ചം വ്യാപിപ്പിക്കുന്നതിൽ അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. പഴയങ്ങാടിയിൽ അഹമ്മദീയത്തിനെ സുസ്ഥാപിതമാക്കിയവരിൽ മലബാർ അഞ്ചുമൻ അഹമ്മദിയയുടെ ആദ്യ സെക്രട്ടറിയും ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനുമായിരുന്ന എം അഹമ്മദ് കുട്ടി സാഹിബും ഉണ്ടായിരുന്നു. കൂടാതെ TKP അഹമ്മദ് കുട്ടി സാഹിബ്, PV മദാർ അബ്ദുള്ള സാഹിബ്, MP ഫഖ്റുദ്ദീൻ സാഹിബ്, വളപ്പിനകത്ത് അബ്ദുല്ലാഹ് സാഹിബ്, AT സുലൈമാൻ സാഹിബ് എന്നിവരെല്ലാം അതിലെ വഴിവിളക്കുകളായിരുന്നു. മാടായി പള്ളിയുടെ രക്ഷാധികാരി സ്ഥാനം അലങ്കരിച്ചിരുന്നത് ഇവിടുത്തെ 4 പൗരാണിക കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അതിൽ 3 കുടുംബങ്ങളുടെ പ്രതിനിധികൾ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചത് ഒരു ചരിത്ര സംഭവമായി. മരത്ത് വാണിയക്കാരകത്ത് അഹമ്മദ് കുട്ടി സാഹിബ്, ബായൻ്റകത്ത് സുലൈമാൻ സാഹിബ്, കക്കാടൻ ഇടുക്കിലകത്ത് ഹസൻ സാഹിബ് എന്നിവരായിരുന്നു ആ സമുന്നത വ്യക്തികൾ. പഴയങ്ങാടി ഗവൺമെൻറ് മാപ്പിള UP സ്കൂളിൽ വിദ്യാർത്ഥികളെ കൈപിടിച്ചെത്തിച്ച BS മുഹമ്മദ് കുഞ്ഞി സാഹിബും ആ കുടുംബങ്ങളിലൊന്നായ ബാച്ചി സുലൈമാൻ്റകത്ത് തറവാട്ടിൽ നിന്നും അഹമ്മദീയത്തിൽ പ്രവേശിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു. 1914 മൗലവി K മൂസാൻകുട്ടി സാഹിബിൻ്റെ അധ്യാപക നേതൃത്വത്തിലാണ് പഴയങ്ങാടി അഹമ്മദിയ ജമാഅത്ത് ആദ്യമായി മദ്രസ പഠനത്തിലേക്ക് കാലൂന്നുന്നത്. മികച്ച നിലവാരം പുലർത്തിയിരുന്ന മദ്രസയും അതിൻ്റെ പഠന മികവും മൗലവി അഹമ്മദ് സാഹിബ്, സിലോണിലെ മുബല്ലിഗായിരുന്ന മൗലവി AP ഇബ്രാഹിം സാഹിബ്, മൗലവി CH അബ്ദുൽ ഖാദർ സാഹിബ്, മൗലവി CP ആലിക്കുട്ടി സാഹിബ് എന്നിവരിലൂടെയും മറ്റും പ്രോജ്വലിച്ചു നിന്നു. ഈ ക്ലാസ് മുറികളിൽ നിന്നും മതപഠനത്തിൻ്റെ മാധുര്യമറിഞ്ഞ് നിരവധി തലമുറകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രയാണം നടത്തി. സമകാലീന ചരിത്രത്തിന് ഏറെയൊന്നും വിദൂരമല്ലാത്ത ചില വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൊണ്ടുകൂടി സജീവമാണ് പഴയങ്ങാടി അഹമ്മദിയ ജമാഅത്ത്. സുലൈമാൻ സാഹിബ്, SP ഖമറുദ്ദീൻ സാഹിബ്, M സൈനുദ്ദീൻ സാഹിബ്, B അബ്ദുറഹീം സാഹിബ് മലബാരി, M ഇബ്രാഹിം സാഹിബ്, C കുഞ്ഞബ്ദുള്ള സാഹിബ്, SV സൈനുദ്ദീൻ സാഹിബ്, B അഹമ്മദ് സാഹിബ് എന്നിവരും വിശുദ്ധ ഖുർആന്റെ മലയാള പരിഭാഷ ചെയ്യുക എന്ന ദൗത്യത്തിൻ്റെ അമരക്കാരനായ
മൗലാന അബുൽ വഫ സാഹിബും ഈ മഹത്തായ ചരിത്ര നിർമ്മിതിയിൽ അവിസ്മരണീയമായ പങ്ക് നിർവഹിച്ചവരാണ്. ശതവാർഷികാഘോഷത്തിലെത്തി നിൽക്കുന്ന ഈ ജമാഅത്ത് ഇതിനിടയിൽ അതിൻ്റെ പള്ളി 2 തവണ പുതുക്കിപ്പണിയുന്നതിനും ദൃക്സാക്ഷിയായി. 1976 ആദ്യത്തെ പുതുക്കൽ നടന്നത്. രണ്ടാം പുതുക്കിപ്പണിയൽ പൂർണ്ണമായും നവീകരിക്കപ്പെട്ട രീതിയിൽ 2004 ജനുവരി 30 വെള്ളിയാഴ്ച നടന്നു. വാഗ്ദത്ത മസീഹിൻ്റെ പൗത്രനായ മിർസ വസീം അഹമ്മദ് സാഹിബാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അഹമ്മദിയ ജമാഅത്തിൻ്റെ ആഗോള ഖലീഫയായ ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബിനാൽ താഹിർ മസ്ജിദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അഹമ്മദിയ ജമാഅത്ത് ആഗോളതലത്തിൽ നടത്തുന്ന സജീവ ഇടപെടലുകളുടെ മൂർത്തമായ കയ്യൊപ്പുകളാണ് UN രജിസ്ട്രേഡ് ആതുര സേവന സംഘടനയായ ഹ്യൂമാനിറ്റി ഫസ്റ്റും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന ഫസലെ ഉമർ ഫൗണ്ടേഷനും. അതിൽ ഫസലെ ഉമർ ഫൗണ്ടേഷൻ്റെ ഭാഗമായി അടുത്തിലയിൽ പ്രവർത്തിക്കുന്ന CBSE സ്ഥാപനമായ ഫസലെ ഉമർ പബ്ലിക് സ്കൂൾ പഴയങ്ങാടിയുടെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സംഭാവനയാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുന്നതിൽ ആദ്യകാലം മുതൽക്കേ ഇവിടത്തെ അഹമ്മദികൾ ശ്രദ്ധാലുക്കളായിരുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും പ്രൊഫസർമാരും ഗവേഷകന്മാരുമൊക്കെയായി സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ കഴിവുറ്റവരെ മാടായി ദേശത്തിന് സംഭാവന ചെയ്യാൻ അഹമ്മദിയ ജമാഅത്തിന് സാധിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ജമാഅത്ത് നടത്തിവരുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ അതേപടി പ്രാദേശിക രൂപത്തിൽ പ്രതിഫലിപ്പിക്കുന്നതിൽ പഴയങ്ങാടി ജമാഅത്ത് എന്നും മുൻനിരയിലുണ്ട്. ഹ്യൂമാനിറ്റി ഫസ്റ്റ്, ഖിദ്മത്തെ ഹൽഖ്, വഖാറെ അമൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ആഗോള ഖിലാഫത്തിൻ്റെ തണലിൽ ഏകദൈവവിശ്വാസത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും വീഥിയിൽ മുൻഗാമികളിൽ നിന്നും നേടിയ പാരമ്പര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുത്തുമായി ഈ സമൂഹത്തിൽ സമാധാനത്തോടും ഐക്യത്തോടും മതമൈത്രിയുടെ കാവലാളുകളായി എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന മന്ത്രം മനസ്സിലും പ്രവൃത്തിയിലും ആവർത്തിച്ച് പുതിയ കാലത്തിലേക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുന്നു ഈ പ്രസ്ഥാനത്തിലെ പുതുതലമുറ.